ഞാൻ ഇതേ കൂട്ട് മാസ്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ഡോക്ടർമാർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേകതരം മാസ്ക് ആണ്. അല്ല ഇതാരാണ് മനസ്സിലായില്ല. ഇത് ഒരു മൈക്കാടോ? കമ്പൗണ്ടർ. സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. ഓ, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ. ഞാനേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലെങ്കിൽ എന്ത് വിഷമം? ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. വിഷമം തോന്നിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്കാണ് ഡോക്ടർ ആവാനുള്ള ഫിഗർ. നിങ്ങൾക്ക് ഒരു കമ്പൗണ്ടറിന്റെ ഫിഗറാണ്. നമുക്ക് മാറ്റി കളിച്ചാലോ? മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റ് അല്ല. അതെന്നാന്നറിയാവോ? ഇതെന്താണ് ഈ സംഭവം? ഡ്രില്ലിംഗ് മെഷീൻ എന്തിനാണ്? ഡോക്ടർക്ക് എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ്? അത് ഹോൾ ഇടാൻ വേണ്ടിട്ട്. കീ ഹോൾ ശസ്ത്രക്രിയക്ക് ഹോൾ ഇടാനുള്ള മെഷീനാണിത്. നിങ്ങൾ എന്താണ് കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുമല്ലേ, അത് താപ്പണ്ടേ? എവിടെയെങ്കിലും കൊണ്ടക്കളാം. ഇല്ല, ഇത് അടുത്തതായിട്ട് വരും. അടുത്തത് ഇതെന്തിനാണ്? ആക്സോ ബ്ലേഡ് ഇതെന്തിനാണ്? അതെ, ഓപ്പൺ സർജറിക്ക്. അല്ല, അതിനു വേണ്ടി നമ്മൾ സർജിക്കൽ ബ്ലേഡ് അല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? അത് ചെറുത്. അത് വെച്ച് കീറി വരുമ്പോ വീട്ടുകാർ എഴുന്നേറ്റ് വിഷയമാകും. വിഷയാവോ? വീട്ടുകാർ ഓപ്പറേഷൻ ഏറ്റവും പുറകെ പുറത്തിരിക്കുവാണല്ലോ. അവര് ചോദിക്കല്ലേ താമസിക്കുന്നത് എന്താ ഓപ്പറേഷൻ? ഇതാകുമ്പോ ആവശ്യമില്ല. ഇവൻ മറ്ററ്റത്ത് പിടിക്കും, ഞാൻ ഈ അറ്റത്ത് പിടിക്കും. 4 വലി. പൂട്ടുപൊളിയോ? പൂട്ടുപൊളി എന്ന് പറഞ്ഞ എന്താണ്? നെഞ്ചിന്റെ പുട്ടുപൊളിയും. പിന്നെ പരിപാടി എളുപ്പമായില്ലേ? ചില പൂട്ട് പൊളിച്ച് അകത്ത് കയറിയാവും. വിലപിടിപ്പുള്ള ഒന്നും കാണിയല്ല. അതിനെ വിലപിടിപ്പുള്ളതൊന്നും കാണിയെന്ന് പറഞ്ഞ് പൂട്ട് പൊളിച്ച് കയറിയ ചില കുടിയന്മാര് വരും. അവർ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വൃക്ക, കരള്, കിഡ്നി ഒന്നും കാണിയല്ല, കുടിച്ച് നച്ചു പോകും. ഓ, അത് കറക്റ്റ്. ഫോൺ ബെല്ലടിക്കുന്നു. എടുത്തോ. അല്ല, നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളാണ് ഇവിടെ നിങ്ങൾ ഒന്നുമില്ല, എല്ലാരും ഒരുപോലെ. സംസാരിക്കൂ. ഹലോ, ആരാ? റെപ്പാണെന്ന്. മലപ്പുറത്ത് നിന്ന് അഷ്റഫാണോ? മലപ്പുറത്ത് നിന്ന് അഷ്റഫാണോ? എറണാകുളത്തൊന്ന് മെഡിക്കൽ റെപ്പാന്ന്. എല്ലാ കാര്യം ചോദിക്കണോ? എന്നാ കാര്യം? അവില് വേണോന്ന്. 10 കിലോ എടുത്തോളം പറ. 10 കിലോയോ? 10 കിലോ. എന്തിനാണ് 10 കിലോ അവില്? 10 കിലോ ആവശ്യം വരും. 10 കിലോ ഒക്കെ കൂടുതലാണ്. കൂടുതലാണോ? പിന്നെ എന്നാ 5 കിലോ മതി. 5 കിലോ അവല് കൂടുതൽ എക്സ്പയറി ആയി പോയി ഇങ്ങോട്ടാ. ഈ പുള്ളി എന്താ ശർക്കരയും പഞ്ചസാരയും കൂടെ ഇട്ട് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ സുഖമായിട്ട് കഴിക്കും. വിളയിച്ച് വെച്ചാൽ 3 മാസം ഉപയോഗിക്കും. 5 കിലോ അവലെന്ന് പറഞ്ഞാൽ കൂടുതലാണ്, എക്സ്പയറി ആയി പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങോട്ടുമില്ല. ഈ 1/4 കിലോ അവല് വേണം. വേണം 1/4 കിലോ പറ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്ട്രിപ്പായിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനാണ് ഈ സംഭവമായിട്ട് വന്നോട്ടെ? ഞങ്ങൾ ഇവിടെ കിലോയാണ്, അവര് സ്ട്രിപ്പായിട്ട് തന്നോട്ടെ. നമ്മുടെ വിഷയമല്ലത്. അലർജിക്കുള്ള സാധനല്ലേ അവലെന്ന് പറഞ്ഞേ? അലർജിക്കുള്ള സാധനമാണല്ലോ. ആണല്ലോ. അല്ലെന്നാര് പറഞ്ഞു? നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? നിങ്ങൾക്ക് വല്ല സംശയം? എനിക്കൊരു സംശയമില്ല. പിന്നെന്നാ സംശയം? ഞാൻ ചോദിച്ചത് മാത്രമേ. ഓരോ കാര്യം നിങ്ങൾ ഞങ്ങളെ ക്ലാസ് എടുക്കാതെ നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ചെറിയൊരു ജലദോഷം. ജലദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു വരും. അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പുതിയ അറിവാ അത്. ജലദോഷം ഇതിനു മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അന്നേരം ഞാൻ സിട്രസം കഴിച്ചു. എന്നതാ? സിട്രസം കഴിച്ചു. ഓ, അപകടം പിടിച്ച കടുപ്പമേറിയൊരു മരുന്നാ കേട്ടോ അത്. മനസ്സിലായി? പറയണ കേൾക്കാൻ പറയാൻ മേലേ.